എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ബിസിനസ് സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ എപ്പിസോഡുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ നമുക്ക് ഹിംകോൺസ് എഞ്ചിനീയറിംഗ് വർക്ക്സിൻ്റെ പ്രൊപ്പറേറ്റർ കെ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. വേറെ നമസ്കാരം. സാറ് നാട്ടിലെവിടെയാണ്? പരപ്പനങ്ങാടി. പരപ്പനങ്ങാടി അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഒരു 32 വർഷമായി. 32 വർഷമായി. 32. ശരി. അപ്പോൾ ഏത് പ്രായത്തിലാണ് ഇവിടെ എത്തിയത്? ഞാൻ വന്ന് 12 വയസ്സിൽ വന്നിരുന്നു. പിന്നെ വന്ന് പോയി. പിന്നെ 18 വയസ്സ് തൊട്ട് ഇവിടുത്തെ ജ്യേഷ്ഠൻ്റെ കൂടെ. ആദ്യം എന്തായിരുന്നു ഇവിടെ വരാൻ കാരണം? പണ്ട് ഞാൻ ഫസ്റ്റിലെ ജ്യേഷ്ഠൻ്റെ കൂടെ ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു. അപ്പം ജ്യേഷ്ഠൻ്റെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി എന്ത് വർക്കായിരുന്നു? കൺസ്ട്രക്ഷൻ തന്നെ. ശരി. അപ്പോൾ അതിനുശേഷം ഈ കമ്പനി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ കമ്പനി തുടങ്ങിയിട്ട് 95 തുടങ്ങിയതാണ്. അപ്പോൾ അതുവരെ എന്തായിരുന്നു വർക്ക്? അതുവരെ ജ്യേഷ്ഠൻ്റെ കൂടെ ആയിരുന്നു. ജ്യേഷ്ഠൻ 52 മരിച്ചു. അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ബ്രദറും അനിയനുണ്ട്. രണ്ടുപേരും കൂടി കുട്ടി ഇലക്ടേഴ്സ് ആയിരുന്നു അന്ന് പേര്, ജ്യേഷ്ഠൻ്റെ പേര്, കമ്പനിൻ്റെ പേര്. പിന്നെ കുട്ടി ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പേരും പാർട്ട്ണർഷിപ്പിൽ നടന്നു. എന്താണ് ആ വർക്ക്? ഇറക്ട് എന്ന് പറഞ്ഞാൽ മെഷീനിൽ ഇറക്ട് ചെയ്യാം, തൂക്കി വെക്കുക, അതൊക്കെ ചെയ്യാം. എങ്ങനെ മെഷീൻ ഇറക്ഷൻ ചെയ്യാം. അത് എങ്ങനെ അതിന്റെ വർക്ക്? അത് ഇങ്ങനെ എക്യുപ്മെന്റ് എല്ലാം വലിയ വലിയ എക്യുപ്മെന്റ് ഒക്കെ തൂക്കുക, ഇറക്കുക, ഇറക്ഷൻ ചെയ്യുക, കമ്മീഷൻ ചെയ്യാം. ഓരോ കമ്പനിയിലെ പൈപ്പ് ലൈന്, ടാങ്ക് ഒക്കെ, സ്റ്റോറേജ് ടാങ്ക് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഈ കമ്പനിയിൽ എന്താണ് പ്രധാനമായിട്ടും? ഇപ്പൊ ഈ കമ്പനിയിൽ സച്ചല്ല ഇതേമാതിരി സ്റ്റോറേജ് നമ്മുടെ കണ്ടു പുറത്തൊക്കെ ആണ് സ്റ്റോറേജ് ടാങ്ക്. പിന്നെ വെളിയിലാണ് വർക്കൊക്കെ. ആണല്ലേ. എങ്ങനെ ഓരോ സൈറ്റിലാണ്? ഓരോ സൈറ്റിൽ കമ്പനികളിൽ അങ്ങനെ അവിടെയൊക്കെയാണ്. അവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്? ഈ ഷെഡ്, സ്റ്റോറേജ് ടാങ്ക്, എക്യുപ്മെന്റ് ഇറക്ഷൻ ചെയ്ത് കൊടുക്കുക, പൈപ്പ് ലൈൻ, അതൊക്കെയാണ്. അപ്പൊ ഇവിടെ എത്രയുണ്ട് സ്റ്റാഫുകളും? സ്റ്റാഫ് ഒരു 10 പേരുണ്ട്. ഇവിടെ ചെന്നൈ മാത്രമേ ഉള്ളൂ? അല്ല, ഓൾ ഓവർ ഇന്ത്യ പോകുന്നുണ്ട്. പക്ഷെ ചെന്നൈയിലാണ് എല്ലാ ഓഫീസും കമ്പനികളൊക്കെ. ഇവിടുന്ന് അങ്ങനെ പോവാം. ഇവിടെ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ? മാനുഫാക്ചറിങ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്ത് കൊടുത്തയക്കും. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഇവിടെ ഈ സച്ചുള്ള സ്റ്റോറേജ് ടാങ്ക്, ചെറിയ ചെറിയ ടാങ്കുകൾ, പിന്നെ വെളിയിലൊരു വലിയ ടാങ്ക് കിടക്കുന്നത് ചെയ്ത്. അതെങ്ങനെയാ? അതിന് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്? അത് MS മെറ്റീരിയൽ, അതിനുള്ള കൺസ്യൂമേഴ്സ് അതൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത്? എങ്ങനെയാണ് അത് ഞങ്ങൾ പിന്നെ ഡ്രോയിങ് തരും. പിന്നെ അതേ ഡ്രോയിങ് പ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കും. ആണല്ലേ. അവർക്ക് എങ്ങനെ വേണമെന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ അങ്ങനെയും ചെയ്തു കൊടുക്കും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുള്ള ടെക്നീഷ്യൻസ് ഇല്ല. ഒക്കെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, ഇവിടെയുള്ള ആളുണ്ട്, നാട്ടിൽ നിന്നുള്ള ആളുണ്ട്. അവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ സാറ് പിന്നെ ഇതിന്റെ അല്ല, ഞാനും എക്സ്പീരിയൻസ് ആണ്. ടെക്നിക്കലായിട്ട് ഇപ്പൊ പഠിച്ചതൊക്കെ പ്രാക്ടിക്കലായിട്ട് വന്നതാണ്. ചെറുപ്പം തൊട്ടേ ഇതിലേതായതുകൊണ്ട് പിന്നെ ഇതൊക്കെ എനിക്ക് ഒരു 90% എനിക്കറിയാം. ഇവിടുത്തെ വർക്കുകൾ ചെയ്യാൻ അറിയാം അല്ലേ. അപ്പോൾ പിന്നെ ഇതല്ലാതെ പിന്നെ വേറെന്ത് സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്? ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസ് ചെയ്യാനുള്ള സ്ഥലമുള്ളൂ. പിന്നെ വലിയ വലിയ ടാങ്ക് ഹാർബറിലൊക്കെ സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്. അതൊക്കെ ഹാർബർ കൊണ്ട് ചെയ്യും. 25 മീറ്റർ 30 മീറ്റർ ആയ ടാങ്കൊക്കെ ഉണ്ട്. പിന്നെ കോഴിക്കോട് നല്ല ഡീസൽ പ്ലാന്റിൽ DG ഒരു 8 DG ഉണ്ട്, പവർ പ്ലാന്റിൽ നല്ലിടം. ആ DG ഒക്കെ ഞാൻ ഇറക്ഷൻ ചെയ്തു. പിന്നെ ചിമ്മിനി, അതിനുള്ള ചിമ്മിനി അതൊക്കെ ചെയ്തു. ഏതൊക്കെ സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഞാൻ പിന്നെ ഇന്ത്യ മൊത്തം ചെയ്തിട്ടുണ്ട്. കൽക്കട്ട, ഹൈദരാബാദ്, കേരളം, തമിഴ്നാട് കംപ്ലീറ്റ്, ഒറീസ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കമ്പനികൾക്കൊക്കെയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പം പെർമനന്റ് ആയിട്ട് കിട്ടി തമിഴ്നാട് പെട്രോ കെമിക്കലിന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വാട്സില, DG, അത് ഫിൻലാൻഡ് കമ്പനിയാണ്. അവരെ എക്യുപ്മെന്റ് കറക്ഷൻ ചെയ്ത് കൊടുക്കും. അതാണ് അവരുടെ കോഴിക്കോട് കറക്ഷൻ ചെയ്തൊക്കെ അവർക്കാണ്. പിന്നെ LND, സ്പിക്കുണ്ട്. അങ്ങനെ ഒരു പെർമനന്റ് ആയിട്ട് ഒരു 4-5 കമ്പനി ഉണ്ട്. പിന്നെ പെട്ടെന്ന് എൻക്വയറി വന്നാൽ അതിൽ ആ വർക്ക് മാത്രം ചെയ്യും, പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഈ കോളേജ് സവിത മെഡിക്കൽ കോളേജ് ഉണ്ട്, അതിൽ മിക്കവാറും സച്ചൽ വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്തു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇന്ത്യക്ക് വെളിയിലോട്ടൊക്കെ വർക്കുകൾ വരുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഇത് എടുക്കണില്ല. അതിനുള്ള നിറയെ എൻക്വയറി വരുന്നുണ്ട്. സൗദിയിലൊക്കെ നല്ല യമൻ അവിടെയൊക്കെ എൻക്വയറി വന്നിരുന്നു. പക്ഷെ അതിന് ഇത് ചെയ്യുന്നില്ല, ആടാന്ന് വെച്ച്. അപ്പൊ ഈ ഒരു ചെറുപ്പത്തിലെ ആണെങ്കിലും ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്കിലായിരുന്നല്ലോ, അത് കഴിഞ്ഞ് ഇത്തരം ഒരു മേഖലയിലേക്ക് വരാൻ കാരണം എങ്ങനെയാണ്, എന്താണ്? ഇതിന്റെ കഷ്ടപ്പാടന്നെ, തൊഴിൽ കഷ്ടം തന്നെ. അപ്പൊ നാട്ടിൽ ഇപ്പൊ ആരൊക്കെയാ ഉള്ളത്? നാട്ടിലെന്റെ ജ്യേഷ്ഠനുണ്ട്, പിന്നെ സിസ്റ്ററുണ്ട്. അവര് നാട്ടിലുണ്ട്. അപ്പൊ നാട്ടിലേക്കൊക്കെ അപ്പോ മാസം 1.5 മാസം കൊണ്ട് പോകും. എപ്പോഴാണെങ്കിലും പോയിട്ട് വരും. ആണല്ലേ. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് കൂടെ? ഇവിടെ എന്റെ വൈഫ് കുട്ടികളൊക്കെ ഉണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യാണ്? ഒക്കെ പഠിക്കുകയാണ്. വൈഫ് വർക്ക് ചെയ്യുന്നു? ഇല്ലല്ല.